ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് അലീന ഇങ്ങനെ ആകെ വിഷമിച്ച് ബ്രിജിത്താമ്മയുടെ ഫോട്ടോയിൽ നോക്കി പരാതി പറയുന്ന കേട്ടോ. മമ്മി ഞാൻ പൊക്കോട്ടെ, എനിക്ക് മതിയായി, എനിക്കിവിടെ ഇനി ജീവിക്കണ്ട, എല്ലാവരും ഞാൻ കണ്ടു, എല്ലാവരും തൃപ്തിയായി, എനിക്ക് മമ്മി പറഞ്ഞ ആ ചില്ലുബിത്തിയും ഞാൻ കണ്ടു, ഇനി എനിക്കെല്ലാം മനസ്സിലായി, ഇനി എനിക്കിവിടെ ജീവിക്കണ്ട, ഞാൻ പൊക്കോട്ടെ എന്നിങ്ങനെ ഫോട്ടോയിലേക്ക് നോക്കി ചോദിച്ച് കണ്ണടച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മോളെ എന്ന് വിളിക്കുന്നതായിട്ട് കേൾക്കട്ടോ. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ ബ്രിജിത്താമ്മയെ കാണുകയാണ്. മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ബ്രിജിത്താമ്മ. മോളെ എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് അലീന പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക കേട്ടോ, ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ്. മമ്മി എന്ന് വിളിക്കുകയാണേ. അപ്പോൾ ബ്രിജിത്താമ്മ പറയുന്നുണ്ട്, മോളെ ആ ചില്ലുബിത്തിക്ക് കട്ടി ഇത്തിരി കൂടുതലാണ് എന്ന് പറയാട്ടോ. എനിക്ക് മതിയായി അമ്മ, മതിയായി മമ്മി, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്നാലും എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കറിയില്ലല്ലോ മോളെ നീ അവരുടെ മകളാണെന്ന്. ഇതൊക്കെ അറിയുമ്പോൾ എന്തുമാത്രം പശ്ചാത്തപിക്കും, കുറ്റബോധം തോന്നുന്നു എന്നൊക്കെ പറയാട്ടോ ബ്രിജിത്താമ്മ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മമ്മി ഒന്നും വേണ്ട, ഒരു പിച്ചക്കാരിയോട് കാണിക്കുന്ന ഒരു മാനുഷിക പരിഗണനയില്ലേ, അതെങ്കിലും എന്നോട് കാണിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ് അലീന. അവർക്കറിയില്ലല്ലോ മോളെ, അറിയാത്തത് കൊണ്ടല്ലേ, അറിയുമ്പോൾ ഇതൊക്കെ മാറും എന്നൊക്കെ പറയണം. ഇപ്പോൾ അവരുടെ തലയിൽ പണത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഒക്കെ അഹങ്കാരം കിടപിടിച്ച് കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതൊക്കെ മാറുന്ന ഒരു കാലം വരും, അവർക്കിപ്പോൾ അറിയാത്തത് കൊണ്ടല്ലേ. പക്ഷേ നിനക്ക് അങ്ങനെയല്ലല്ലോ, നിനക്കറിയാലോ, നിൻ്റെ അമ്മയാണ്, കൂടപ്പിറപ്പുകളാണ്, നിൻ്റെ വീടാണത്, അതൊക്കെ നിനക്കറിയാലോ, അപ്പോൾ നീ പിടിച്ചു നിൽക്കുക തന്നെ വേണം എന്ന് പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മമ്മിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല എന്ന് പറയണേ. സാരമില്ല, അതൊക്കെ മാറും, ഒരു നാൾ ഇതൊക്കെ മാറി വരും, നീ ക്ഷമിച്ച് സഹിച്ച് അവരെ സ്നേഹിച്ച് നിന്നാൽ മതി എന്ന് പറയാട്ടോ. അങ്ങനെ ബ്രിജിത്താമ്മ അങ്ങനെ ഒക്കെ പറയുന്നത് കേട്ടിട്ട് അവൾ വീണ്ടും കണ്ണടച്ചിങ്ങനെ നിൽക്കണം. പെട്ടെന്ന് റിയാലിറ്റിയിലേക്കാണ് വരുന്നത്, കണ്ണ് തുറക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ തോന്നിയതുപോലെ, നിനക്ക് ഞാനില്ലേ, ഞാനുണ്ട് നിൻ്റെ കൂടെ, നിനക്ക് ആരുമില്ലെങ്കിലും ഞാനുണ്ട്, എന്ത് വിഷമം വന്നാലും ഞാനുണ്ട്, എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ ബ്രിജിത്താമ്മ ഇങ്ങനെ മനസ്സിൽ വന്ന് പറഞ്ഞതുപോലെ അവൾക്കൊരു ഫീൽ വരികയാണ്. അങ്ങനെ ആ കബോർഡിൻ്റെ ഡോർ അടയ്ക്കാട്ടോ അലീന. ആ സമയത്ത് മുത്തശ്ശി ഉണരുകയാണ്. നീ ആരോടെ കുഞ്ഞെ സംസാരിക്കുന്നത്? ഞാനൊന്ന് മയങ്ങിപ്പോയി എന്ന് പറയട്ടോ. ഞാൻ എൻ്റെ മമ്മിയോട് സംസാരിച്ചതാണ്, അവർ മരിച്ചു പോയില്ലേ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. ഇല്ല, എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്, എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ, എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ വിളിച്ചാൽ വരും, സംസാരിക്കും എന്നൊക്കെ പറയണം. ഓ മനസ്സിലായി, നമ്മുടെ അടുത്ത് നിന്ന് മരിച്ചു പോയ, വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു തോന്നൽ തന്നെ നമുക്ക് നല്ലതാണ്, ഒരു ആശ്വാസം നൽകും എന്ന് പറയാണ് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞുമോളും അലീനയും ഭക്ഷണം കഴിക്കുന്നതാട്ടോ. ഇവിടെ ഭക്ഷണത്തിന് മാത്രം ആരും ഒന്നും കണക്ക് പറയത്തില്ല, ഇഷ്ടം പോലെ കഴിക്കാം. ചില വീട്ടിൽ അതിനും എച്ചി കണക്ക് പറയും. നീ വേണ്ടോളം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറും കറികളൊക്കെ വിളമ്പി അലീനയ്ക്ക് കൊടുക്കുകയാണ് കുഞ്ഞുമോൾ കേട്ടോ. അങ്ങനെ കുഞ്ഞുമോൾ പറയുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ, ഓരോരുത്തരും ഓരോ ടൈപ്പാണ്, കൊച്ചമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്, പക്ഷേ ഇതിൻ്റെ കാര്യത്തിലൊന്നും കണക്ക് പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, കൊച്ചമ്മയ്ക്ക് മാത്രമല്ലേ ദേഷ്യമുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കണക്കാ കുഞ്ഞെ, ഇവിടെ ഉള്ളവരെല്ലാവരും കണക്കാണ്. ആ ചെറിയ കൊച്ചുണ്ടല്ലോ കൃഷ്ണജ, അവൾക്ക് മാത്രം ചില സമയത്തും നല്ല മുടി വരുമ്പോൾ ചിരിക്കും വർത്താനം പറയുകയും ചെയ്യും, അല്ലാത്തപ്പോൾ കണക്കാ. പിന്നെ അതിൻ്റെ മൂത്തതുണ്ടല്ലോ ഒരെണ്ണം ബബിത, അതിന് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതാണ്, അമ്മയുടെ തനി പകർപ്പാണ് എന്നൊക്കെ പറയാട്ടോ. പിന്നെ ഒരുത്തനുണ്ട് രോഹിത്, അവനെ ഒന്ന് സൂക്ഷിച്ചോളണം, അവന് അത്ര പുറമേക്ക് നല്ല ആൾ വെടിപ്പം ഒക്കെയാണെന്ന് തോന്നുമെങ്കിലും ഉള്ളൊന്നും അത്ര നല്ലതല്ല. അതെന്താണെന്ന് ചോദിക്കുകയാണേ. അവൻ്റെ റൂമിൽ ഒരു ദിവസം ഞാൻ ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ ഒരു കൊച്ചു പുസ്തകം കണ്ടു, അതെന്താ അതിനകത്ത് എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ഫുള്ള് ഇങ്ങനെ വേണ്ടാത്ത രീതിയിലുള്ള മോശമായിട്ടുള്ള ചിത്രങ്ങളും പടങ്ങളും അങ്ങനെയൊക്കെയാണ്, അപ്പോൾ അവനെ ഒന്ന് സൂക്ഷിച്ചോളണം എന്നൊക്കെ പറയാട്ടോ. ബബിതയുണ്ടല്ലോ ആ മൂത്തത്, അതിനും ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഫോൺ വരുമ്പോൾ അത് ഒന്നുകിൽ റൂമിൽ കയറി വാതിലടയ്ക്കും, അല്ലെങ്കിൽ ടെറസിലൊക്കെ ഓടിപ്പോവും, എന്നിട്ട് അടക്കി പിടിച്ച സംസാരവും ഫോണിലൂടെയുള്ള മുത്തം കൊടുക്കലും ഒക്കെയാണ് എന്നൊക്കെ പറയാണ്. അയ്യേ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയാണ് കുഞ്ഞുമോൾ കേട്ടോ. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, മതി പരദൂഷണം പറയണ്ട, ഞാനുള്ള കാര്യങ്ങൾ നിന്നോട് പറഞ്ഞത് മനസ്സിലാക്കി തന്നതാണ്, എന്തൊക്കെയാണ് ഇവിടെയുള്ള സംഭവങ്ങളെന്ന്. ഇവിടുത്തെ കൊച്ചമ്മയുടെ വിചാരം മക്കളൊക്കെ പച്ചവെള്ളം മാത്രം കുടിക്കുന്ന കുട്ടികളാണെന്നാണ്, പക്ഷേ അങ്ങനെയല്ല, അതൊന്നും കൊച്ചമ്മയ്ക്ക് അറിയത്തില്ല. ഇടയ്ക്ക് കൊച്ചമ്മയ്ക്ക് അവധി ഉണ്ടാകുന്ന സമയത്ത് ഒരു സാറ് കാണാൻ വരും. കൊച്ചമ്മയ്ക്ക് സംസാരിച്ചാൽ മാത്രം മതി, പക്ഷെ വരുന്ന സാറിന് അതല്ല ഉദ്ദേശം, വേറെ എന്തൊക്കെയോ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളൊരു ഉദ്ദേശമാണ്. മതി, എനിക്ക് കേൾക്കണ്ടെന്ന് പറയാട്ടോ അലീന, ഞാൻ ഉള്ളത് നിന്നോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നീ നോക്കിയും കണ്ടോ നിന്നാൽ മതി എന്ന് പറയാണ് കുഞ്ഞുമോള്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ അലീന മുറ്റം അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അപ്പുറത്തെ വീട്ടിലുള്ളൊരു പട്ടിക്കുഞ്ഞ് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് കേൾക്കട്ടെ, കുരച്ച് ചാടുന്നത് കേൾക്കുകയാണ്.
അങ്ങനെ അവൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്താടാ നിനക്ക് എൻ്റെ അടുത്തോട്ട് വരണോ, നീ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോഴും ആ പട്ടിക്കുഞ്ഞ് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അലീന പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, നമുക്ക് പിന്നെ പരിചയപ്പെടാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പത്രക്കാരൻ വന്ന് പത്രം ഇട്ടുകൊണ്ട് പോകും കേട്ടോ. അങ്ങനെ അലീന ചൂല അവിടെ വെച്ചിട്ട് പത്രം എടുത്ത് നിവർത്തിയ സമയത്ത് തന്നെ എടി എന്ന് വിളിച്ചുകൊണ്ട് വൈജയന്തി അങ്ങോട്ടേക്ക് വരികയാണ്. നീ മുറ്റടിച്ചൊരു കഴിഞ്ഞോ എന്ന് ചോദിക്കാനില്ല. അപ്പോഴേക്ക് പത്രം വന്നു. ചെയ്യുന്ന ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് മതി മറ്റൊരു ജോലി എന്ന് പറഞ്ഞുകൊണ്ട് പത്രം വാങ്ങിച്ചുകൊണ്ട് വൈജ അകത്തേക്ക് പോകും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കുറച്ച് കാശും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ വൈജയന്തി. അവളങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. നീ എന്താ ഇവിടെ ഇങ്ങനെ സ്റ്റാച്യു പോലെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണേ. ഞാൻ കുഞ്ഞുമോളെ പറഞ്ഞയക്കാൻ നിൽക്കുക എന്ന് പറയുകയാണ് വൈജ. അത് ഇപ്പം തന്നെ പറഞ്ഞേക്കണോ, മറ്റേ കുട്ടി ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചാൽ പോലെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം, എനിക്കറിയാം, വീട്ടുജോലി എന്ന് പറഞ്ഞാൽ വല്ല മെക്കാനിക്ക് ജോലിയൊന്നുമല്ലല്ലോ, അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറയാണ് വൈജയന്തി. ആ സമയത്ത് കുഞ്ഞുമോൾ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട് എന്താണ് നിൻ്റെ ബാഗിലും ചോദിക്കുകയാണ്. ഇവിടുന്ന് കുറേ സ്വർണ്ണം അടിച്ചു മാറ്റി, ലക്ഷങ്ങൾ പൈസ അടിച്ചു മാറ്റി, കുറച്ച് വെള്ളിയും ഒക്കെ അടിച്ചു മാറ്റി എന്ന് പറയണേ. എന്താണ് നിനക്ക് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ലേ, തുറന്ന് കാണിക്കുമെന്ന് പറയണേ. അപ്പോൾ അവൾക്ക് ദേഷ്യം വരികയാണ്, കുഞ്ഞുമോൾക്ക് ദേഷ്യം വരികയാണ്. എന്നിട്ട് ആ ബാഗ് എടുത്തുകൊണ്ട് വൈജയന്തിൻ്റെ കാലിൻ്റെ നേരെ ഒറ്റ ഏറ് പറഞ്ഞു കൊടുക്കുക, വേണമെങ്കിൽ തുറന്ന് നോക്കുമെന്ന് പറയണേ. എന്താണ് നീ കാണിച്ചത്, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ, തുറന്ന് കാണിക്കടി എന്ന് പറയുമ്പോൾ എൻ്റെ പട്ടി വരും തുറന്ന് കാണിക്കാൻ, വേണമെങ്കിൽ തുറന്ന് നോക്കിക്കോ എന്ന് പറയണേ. അപ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് വൈജയന്തിക്ക്. നീ എന്താടി കാണിക്കുക, നിൻ്റെ അഹങ്കാരം തീർന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അലീനയെ വിളിക്കട്ടോ. അലീന എന്നിങ്ങനെ വിളിക്കുമ്പോൾ കുഞ്ഞുമോൾ പറയുന്നുണ്ട്, അലീനയും കുലീനയും ഒന്നും വിളിക്കണ്ട, മാഡത്തിന് വേണമെങ്കിൽ കൊച്ചമ്മയ്ക്ക് വേണമെങ്കിൽ എൻ്റെ ബാഗ് തുറന്ന് പരിശോധിക്കാം, വേറെ ആരെങ്കിലും എൻ്റെ ബാഗ് തൊട്ടാൽ വിവരം അറിയുമെന്ന് പറയട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ ശമ്പളം കൊടുത്ത് പറഞ്ഞയക്കാൻ നോക്ക് വൈജയ് എന്ന് പറയണം, വലിയ ഷോ കാണിക്കാതെ പറഞ്ഞയക്കാൻ നോക്കുമെന്ന് പറയണേ. അങ്ങനെ നീ 27 ദിവസം ജോലി ചെയ്തു, അതിനുള്ള കാശാന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അങ്ങനെ കുഞ്ഞുമോൾ അത് എണ്ണി നോക്കിയിട്ട് ഇതിൽ 200 രൂപ കൂടുതലുണ്ടല്ലോ എന്ന് പറയണേ. അത് നീ വെച്ചോ, അത് ഞാൻ നിനക്ക് തന്നതാണ്, അത് നിൻ്റെ അഹങ്കാരത്തിനായിട്ട് നീ വെച്ചോ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാശിന് ഏറ്റവും യോഗ്യത മാഡം തന്നെയാണ്, കൊച്ചമ്മ തന്നെയാണ്, കൊച്ചമ്മ തന്നെ ഇത് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുക കേട്ടോ. എന്നിട്ട് ആ കാശ് അവൾക്ക് കൊടുത്ത ശമ്പളക്കാശ് ബാഗിനുള്ളിലേക്ക് ആക്കിയിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ജോലിക്കാരിയോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്കറിയില്ല, അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതാണ് നിങ്ങൾ. ഒരു നാൾ നിങ്ങൾക്ക് നല്ലൊരു പണി കിട്ടും, ഒരു ജോലിക്കാരി വരും, അവളുടെ കയ്യിൽ നിന്ന് നല്ലൊരു പണി കിട്ടും, അന്നേ നിങ്ങൾ പഠിക്കുള്ളൂ, അനുഭവിക്കാതെ നിങ്ങൾ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുമോൾ പോവുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, തൃപ്തിയായല്ലോ, കിട്ടാനുള്ളത് കിട്ടിയല്ലോ, തൃപ്തിയായില്ലേ എന്ന് പറയാണ് വൈജിയോട്. അലീന ആ സമയത്ത് മുറ്റമൊക്കെ അടിച്ചു വരി സിറ്റൗട്ടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് കുഞ്ഞുമോൾ വരുന്നത്. കുഞ്ഞുമോൾ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പോവാണ് കൊച്ചേ, ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയണം. ചേച്ചിക്ക് എന്നോടൊന്നും തോന്നരുത്, ഞാൻ കാരണം ചേച്ചിയുടെ ജോലി പോയല്ലോ എന്ന് പറയുമ്പോൾ എനിക്കതിന് നിന്നോട് നന്ദിയുള്ളൂ, ഞാൻ വേറൊരു ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവിടെ എനിക്ക് ഇവിടത്തേക്കാളും ശമ്പളം കിട്ടുകയും ചെയ്യും, പിന്നെ നീ നോക്കിയും കണ്ടൊക്കെ നിന്നോളണം എന്നൊക്കെ പറയാം കേട്ടോ. എന്നോടൊന്നും തോന്നല്ലേ ചേച്ചി എന്ന് അലീന പറയുമ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ശമ്പളമൊക്കെ തന്ന് തീർത്തു, ഇന്നലെ തന്നെ തന്നിരുന്നെങ്കിൽ ഞാൻ ഇന്നിങ്ങോട്ട് വരത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുമോൾ പോവാട്ടോ. പോയി ഇറങ്ങിയിട്ട് വീണ്ടും നിന്ന് പറയുന്നുണ്ട്, അവനവൻ്റെ കാര്യം നോക്കി നിൽക്കണം, മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കരുത്. അവർ കൊച്ചമ്മമാരും എന്താ പറയുക മുതിർന്ന ആൾക്കാരും വലിയ ആൾക്കാരും നമ്മൾ ജോലിക്കാരും തന്നെയാണ്, നമ്മളുടെ നിലവിലേക്ക് അവർക്ക് താഴാനോ നമുക്ക് മുകളിലേക്ക് ഉയരാനോ പറ്റത്തില്ല എന്ന് പറയാണ് കുഞ്ഞുമോള്. അതെനിക്ക് അറിയാം ചേച്ചി എന്ന് പറയാണ്. നീ പിന്നെ നിൻ്റെ ഒരു കാതും കണ്ണും അടച്ചു വെച്ചേക്കണം, പല കാര്യങ്ങളും കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കാണാനും കേൾക്കാനും ഇടവരും, അതുകൊണ്ട് അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ഒരു ജോലിക്കാരിയായിട്ട് മാത്രം നിന്നാൽ മതി, വേറെ ഒന്നും ചിന്തിക്കണ്ട, പിന്നെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനും പോകണ്ട, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പലരും തേനേ പാലേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വരും, പക്ഷേ അതിലൊന്നും മയങ്ങിപ്പോകരുത്. നമ്മൾ ജോലിക്കാരി ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക വേറെ ഒരു രക്ഷയുമില്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മളിങ്ങനെയൊക്കെ നിൽക്കുന്നത്, പക്ഷേ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുക്കരുത്, നമ്മുടെ കാര്യം കൂടി നോക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് കുഞ്ഞുമോൾ അവിടുന്ന് പോവാട്ടോ. പോകുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് നീ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ട് പൊക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് കുഞ്ഞുമോൾ അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം വൈജയന്തി അലീനയെ വിളിച്ചു കൊണ്ടുപോയിട്ട് ചെയ്യേണ്ട ജോലികളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. കുഞ്ഞുമോളെ ഞാൻ പറഞ്ഞയച്ചു കണ്ടല്ലോ എന്ന് പറയാട്ടോ. കണ്ടു എന്ന് പറയാണ് അലീന. ഇതൊക്കെ ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വേണം, ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണെങ്കിൽ സാമ്പാറും ചമ്മന്തിയും നിർബന്ധമായിട്ട് വേണം, അപ്പാണെങ്കിൽ ചിക്കൻ കറിയോ ബീഫോ ഒക്കെ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. എന്താണെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ നീ ഇതിന് മുൻപ് വല്ല വീട്ടു ജോലിക്ക് നിന്നിട്ടോ എന്ന് ചോദിക്കുകയാണേ. കൊല്ലപ്പള്ളിയിൽ നിന്നെന്ന് പറയുമ്പോൾ അതെൻ്റെ വീട് തന്നെയല്ലേ, അതല്ലാതെ വേറെ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, സ്നേഹനികേതനത്തിൽ ഞാൻ തന്നെയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് എന്ന് പറയാം കേട്ടോ.
അപ്പോൾ പറയുന്നുണ്ട് അവിടെ എന്താ ഇച്ചിരി കഞ്ഞിയും ചമ്മന്തിയും വെക്കും അതല്ലാതെ കൊള്ളാവുന്ന വല്ല വീട്ടിൽ നിന്ന് ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണില്ല എന്ന് പറയണം അലീന. എന്നാലും പിന്നെ ഒക്കെ ഒന്നേന്ന് പഠിപ്പിക്കേണ്ടി വരുമല്ലോ എന്ന് പറയണേ. എന്താന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമെന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാക്കാം എന്ന് പറയണം. നീ എങ്ങനെ പഠിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും വേണ്ട ഭക്ഷണ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊക്കെ വേണം, രാവിലെ എന്ത് വേണം, ഉച്ചയ്ക്ക് എന്ത് വേണം, രാത്രി എന്ത് വേണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ പറയുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള ജോലികളും കൂടി പറഞ്ഞു തരാം. രാവിലെ എഴുന്നേറ്റ് മുറ്റം തൂക്കണം, സിറ്റൗട്ടൊക്കെ അടിച്ചു വാരി തൂത്ത് തുടച്ച് വൃത്തിയാക്കണം. അതുപോലെ രാവിലെ തന്നെ ഡൈനിങ് ഹാളും എല്ലാ ഭാഗവും തുടച്ച് വൃത്തിയാക്കണം. ബാക്കിയുള്ള തുടക്കലൊക്കെ ഞങ്ങൾ പോയിട്ട് മതി. പിന്നെ അലമാരിയും കബോർഡും എല്ലാം തുടച്ച് വൃത്തിയാക്കണം. തൊട്ട് കഴിഞ്ഞാൽ പൊടി കാണാൻ പാടത്തില്ല എന്നൊക്കെ പറയാട്ടോ. ഞാൻ ചെയ്തോളാം എന്ന് പറയണം അലീന. ചില കള്ളികളുണ്ട്, കട്ടിലിൻ്റെ അടിയോ ടേബിളിൻ്റെ അടിയിലോ ഒന്നും തൂക്കത്തില്ല, തൊട്ട് നോക്കി കഴിഞ്ഞാൽ നിറയെ പൊടിയായിരിക്കും, അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയണേ. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ചെയ്താൽ നിനക്ക് കൊള്ളാം എന്ന് പറയട്ടോ. പിന്നീട് മക്കളുടെ ഡ്രസ്സൊക്കെ അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്, എന്നാലും ആഴ്ചയിൽ ഒരു ദിവസം അത് കല്ലിലിട്ട് തന്നെ അലക്കണം, കാരണം ചെളിയൊന്നും മര്യാദക്ക് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോവാൻ നിൽക്കുകയാണ് വൈജയന്തി. പോകുന്ന സമയത്ത് ഒന്നുകൂടെ തിരിഞ്ഞു നിന്നിട്ട് ഒരു കാര്യം പറയാണ്. ഇന്നേ വരെ ഒരു വേലക്കാരിയും ബാലചന്ദ്രൻ്റെ അടുത്ത് കിന്നാരം പറയാൻ നിന്നിട്ടില്ല, പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ എന്ന് ചോദിക്കാട്ടോ വൈജ. അത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്. അലീന അങ്ങനെ ഒരു ചിരിക്കുകയാണ്. എന്നെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അലീന പറയണേ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാനെന്തിനാ അറിയുന്നത്, നീ ആരാന്നാ നിൻ്റെ വിചാരം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.